നമ്മളൊരു പൂന്തോട്ടം സങ്കല്പിക്കുന്ന ആ പൂന്തോട്ടത്തിൽ ഇന്ന ചെടികളുണ്ട്, ഇത്രത്തോളം ചെടികളുണ്ട്. ആ ചെടികളിൽ ഓരോന്നിലും പൂക്കൾ വിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ആ പൂക്കൾ ഇത്രത്തോളം ഉണ്ട്. നമ്മൾ ഓരോ പൂവായിട്ട് നുള്ളിയെടുക്കുന്നു. ഓരോ പൂവായിട്ട് നുള്ളിയെടുത്ത് നമ്മൾ മാല കോർക്കുന്നു. അതേപോലെ നിവേദ്യം നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ തന്നെ വേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് പായസമാണെങ്കിൽ പായസം, ഉണ്ണിയപ്പമാണെങ്കിൽ ഉണ്ണിയപ്പം, എന്താണ് നമുക്ക് ഇഷ്ടമുള്ള നിവേദ്യം അത് നമ്മൾ സ്വയം ഉണ്ടാക്കുന്നു. അപ്പം ബാഹ്യലോകത്ത് നമ്മൾ എങ്ങനെയാണോ നിവേദ്യം ഉണ്ടാക്കുന്നത് അതേപോലെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്ന് വേവിച്ച് ഉണ്ടാക്കി ഭഗവാൻ കൊടുക്കുന്ന പോലെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് സദ്യ ഒരുക്കുന്ന നമ്മുടെ പാട്ട്, ഈ സിനിമ പാട്ടൊക്കെ നമ്മൾ കേട്ട് കാണുമല്ലോ. എന്താ പൊരിച്ച കരിമീനുണ്ട്, വറുത്ത ഞണ്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ആ ഒരു ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി സദ്യ ഒരുക്കാൻ നേരത്തെ നമ്മൾ എന്തെല്ലാം ഇങ്ങനെ ഒരുക്കും. അപ്പോൾ ആദ്യം ഒരുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണും. ഇന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, ഇന്ന കറികളുണ്ടാക്കണം, ഇന്ന പായസം ഉണ്ടാക്കണം, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ മനസ്സിൽ കാണും. പിന്നെ ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും സംഘടിപ്പിക്കും, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ മനസ്സിൽ കാണുമ്പോഴും സാധനങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ അതിഥി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആൾ വരുന്നുണ്ട്. നമ്മുടെ ഭർത്താവ് ഭാര്യ ദൂരെയായിരുന്നു, ഇപ്പം തിരിച്ചു വരികയാണ്, വിദേശത്ത് നിന്ന് വരികയാണ്, അപ്പോൾ സ്വീകരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ മനസ്സിൻ്റെ ഭാവനയിൽ മുഴുവൻ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ഓരോ സാധനം എടുക്കുന്നത്, ഇതെല്ലാം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു സ്നേഹം നമുക്ക് അമ്മയോട് ഈശ്വരനോട് നമുക്ക് ഉണ്ടാവണം. അപ്പം നമ്മുടെ ഇഷ്ടമൂർത്തിക്ക് വേണ്ടി നമ്മളിതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇഷ്ടമൂർത്തിക്ക് വേണ്ടി നമ്മൾ അരിപ്പൊടി എടുക്കുന്നു, അത് കുഴയ്ക്കുന്നു, അപ്പം ചൂടുന്നു, അല്ലെങ്കിൽ ഉണ്ണിയപ്പം ചൂടുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ കണ്ടുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇഷ്ടമൂർത്തിക്ക് വേണ്ടിയാണ് എന്നുള്ള പ്രേമത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു മുഷിക്കുന്ന പണിയല്ല. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ രാവിലെ ഉണർന്നിട്ട് നമ്മൾ ഈ ചിന്തകളിലേക്ക് പോയി, നമ്മുടെ മനസ്സ് ഈ ചിന്തയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ഇവിടെ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കക്കൂസിൽ പോകുന്നുണ്ട്, മൂത്രം ഒഴിക്കാൻ പോകുന്നുണ്ട്, വസ്ത്രം മാറുന്നുണ്ട്, വസ്ത്രം അലക്കുന്നുണ്ട്, മുറ്റം അടിക്കുന്നുണ്ട്, ആഹാരം വയ്ക്കുന്നുണ്ട്, മറ്റെന്തെല്ലാം ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ജോലികളൊക്കെ ഒരു വഴിക്ക് നടക്കും. ആ ജോലികളെല്ലാം ഒരു വഴിക്ക് നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിലെ ഭാവന ഈ ഭാവനയുടെ തുടർച്ചയായിരിക്കും. നമ്മുടെ മനസ്സിൽ നമ്മൾ ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ, നമ്മുടെ ഹൃദയക്ഷേത്രത്തിൽ നട തുറന്നിട്ട് അഭിഷേകം ചെയ്യുന്നു, അലങ്കാരം ചെയ്യുന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ട് വേണമല്ലോ അകത്ത് കിടക്കാൻ. അപ്പോൾ എണ്ണ ഒഴിക്കുന്നു, തിരികെ വിളക്ക് കത്തിക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണണം. ഓരോരോ ചെറിയ ചെറിയ അംശങ്ങൾ നമ്മൾ കാണാൻ നോക്കണം. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മാനസപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുകയില്ല. നമ്മൾ എത്ര സമയം നീണ്ടുപോയാലും നമുക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോ ചെടികളിലും ഇത്ര പൂക്കളുണ്ട്, അത്രയും പൂക്കൾ കണ്ടു, ചെടികളോട് നമ്മൾ സംസാരിക്കുക, അത് നാളെ കൂടുതൽ പൂക്കൾ തരണമെന്ന് പറയുക. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ കൂടുതൽ പൂക്കൾ അതിൽ ഭാവന ചെയ്യുക. അപ്പോൾ അതുപോലെ ആ ചെടി വളർന്നു വരുന്നത് നമ്മൾ കാണാൻ പറ്റണം. ചെടി നട്ടു, അപ്പോൾ എത്ര ദിവസം കൊണ്ടേ ചെടി വളരത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ പോയി ചെടിയിലേക്ക് നോക്കി, ചെടിക്ക് വെള്ളം ഒഴിച്ചു, ചെടി പുഴുക്കളെല്ലാം വരുന്നുണ്ടോ നോക്കി. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഓരോ ചെറിയ ചെറിയ അംശങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഒരേ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ പരമാവധി ആ വിഷയത്തിൽ തന്നെ നിർത്തുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് മനസ്സിന് അറിയില്ല. മനസ്സ് മുഷിയുന്ന എപ്പോഴാണ് ഒരേ കാര്യം തന്നെ മനസ്സ് ചിന്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിന് മുഷിച്ചിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പൂന്തോട്ടത്തെപ്പറ്റി ചിന്തിച്ചു, പശുവിനെ പറ്റി ചിന്തിച്ചു, വിളക്കത്തിക്കുന്നതിനെ പറ്റി ചിന്തിച്ചു, നിവേദ്യം ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചു, ഇങ്ങനെ പല വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നു. പക്ഷേ ഈ വിഷയങ്ങൾക്കെല്ലാം അടിസ്ഥാനം എന്താണ്? ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യുന്നു? എന്തിനു വേണ്ടി ഞാൻ ചെടി നടുന്നു? എന്തിനു വേണ്ടി ഞാൻ പൂ നുള്ളുന്നു? എന്തിനു വേണ്ടി ഞാൻ നിവേദ്യം ഉണ്ടാക്കുന്നു? എന്തിനു വേണ്ടി പശുവിനെ വളർത്തുന്നു? എന്തിനു വേണ്ടി പാല് കറക്കുന്നു? എന്തിനു വേണ്ടി പാൽ ഉറയൊഴിക്കുന്നു? ഇതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ, ദേവിക്ക് വേണ്ടി, ഭഗവാന് വേണ്ടിയിട്ട് എന്നുള്ള ബോധത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ മാധുര്യം കൊടുക്കുന്നത് നമ്മുടെ പ്രേമമാണ്, നമ്മുടെ ഭക്തിയാണ്. അപ്പം ഇങ്ങനെ നമ്മളൊരു ബന്ധം, ഇതാണ് ശരിക്കുള്ള ബന്ധം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു നമ്മൾ. അമ്മയ്ക്ക് വേണ്ടി, അമ്മയെ പൂജിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് നിവേദ്യം ഉണ്ടെങ്കിൽ നമ്മളെ പൂജിക്കണമെന്നില്ല. അമ്മയെ നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച് ദേവിയായിട്ട് തന്നെ പൂജിക്കണമെന്നില്ല. നമ്മുടെ സ്വന്തം അമ്മയായിട്ട് വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ വീട്ടിൽ അംഗമാണ് അമ്മയെന്ന് വിചാരിക്കുക. വളരെ മുതിർന്നൊരു അംഗമാണ് അമ്മയെന്ന് വിചാരിക്കുക. നമുക്ക് അമ്മയ്ക്ക് രാവിലെ ആഹാരം കൊടുക്കണ്ടേ, അമ്മയ്ക്ക് വസ്ത്രം മാറാൻ കൊടുക്കണ്ടേ, അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ. നമ്മളാണ് അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ സ്വകാര്യ സ്വത്ത് പോലെ നമുക്ക് അമ്മയെ വീട്ടിൽ തന്നെ ഒരാളായിട്ട് കണ്ട് മനസ്സിൽ ഹൃദയമാകുന്ന നമ്മുടെ ഭവനത്തിനകത്ത് ഒരു മുറി കൊടുത്ത് അവിടെ അമ്മയെ ഇരുത്തി അവിടെ അമ്മയ്ക്ക് വേണ്ട എല്ലാ ഉപചാരങ്ങളും ചെയ്യാം. മനുഷ്യ സ്ത്രീയായിട്ട് കണ്ടുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, ദേവിയായിട്ട് കണ്ടുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം,
കിരീടം വെച്ചുകൊണ്ട് വേണേൽ ചെയ്യാം, കിരീടം വെക്കാതെ വേണമെങ്കിൽ ചെയ്യാം, പട്ട് സാരി വേണമെങ്കിൽ ഉടുപ്പിക്കാം, വെള്ള സാരി വേണമെങ്കിൽ ഉടുപ്പിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്ക് ഈ സ്വാതന്ത്ര്യമാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഈ സ്വാതന്ത്ര്യം നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് അമ്മ ഏത് രീതിയിലും കാണാം. സഹോദരിയെ പോലെ കാണാം, അമ്മയെപ്പോലെ കാണാം, ഗുരുവായിട്ട് കാണാം, സുഹൃത്തായിട്ട് കാണാം, ഏത് രീതിയിലും നമുക്ക് അമ്മയെ കാണാം. പക്ഷേ ഏത് രീതി കണ്ടാലും അത് ഹൃദയപൂർവ്വം കാണും. നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥതയോടുകൂടി, ആ പ്രേമത്തോടുകൂടി, ഭക്തിയോടുകൂടി, ആ പരമാവധി നമ്മുടെ മനസ്സ് അവിടെ കൊടുത്ത് ചെയ്യും. മനസ്സ് കൊടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ സൂക്ഷ്മാംശങ്ങളിലേക്കും കടന്നു ചെല്ലാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ആ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് കൂടുതൽ ആസ്വാദ്യതയുണ്ടാകും. ഇതിൻ്റെ മധുരം നമുക്ക് നുകർന്ന് കഴിക്കാൻ പറ്റും. ഇപ്പം അമ്മ പലപ്പോഴും പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരാൾ വളരെ കാലം കാത്തിരുന്നിട്ട് നല്ലൊരു ഐസ്ക്രീം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, കുറേ പൈസയൊക്കെ സ്വരൂപിച്ച് അവസാനം ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പോൾ വളരെ സന്തോഷമായി. കുറേ കാലം ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പറ്റുന്നത്. ഐസ്ക്രീം കൊണ്ടുവച്ചപ്പോഴത്തേക്കും ചുറ്റുമുള്ള ദൃശ്യങ്ങളിലേക്കൊക്കെ മനസ്സ് പോവാണ്. എത്ര വില കൂടിയ കാറിലാണ് അയാൾ വന്നിറങ്ങുന്നത്, ആ സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ കണ്ടില്ല, എത്ര വിലപ്പെട്ട ആഭരണങ്ങളാണ്. അങ്ങനത്തെ കാറൊന്നും എനിക്കില്ലല്ലോ, എന്തെങ്കിലും എനിക്ക് അങ്ങനെ കാറ് വാങ്ങിക്കാൻ പറ്റുമോ, ഭാര്യയ്ക്ക് ഇങ്ങനത്തെ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചിരുന്നു. കുറേ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഐസ്ക്രീം എല്ലാം തീർന്നു കഴിഞ്ഞു. കാരണം ഇതെല്ലാം കഴിച്ചു. പക്ഷെ കഴിച്ചെങ്കിലും ഐസ്ക്രീം ആസ്വദിക്കാൻ പറ്റിയില്ല. മറ്റു പല ചിന്തകളിലായിപ്പോയി. ഇത് നമുക്ക് സംഭവിക്കരുത്. നമ്മൾ മാനസപൂജ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും, പറയും, ചെയ്തു തന്നിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ മാനസപൂജ തുറന്ന് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് വാസ്തവത്തിൽ സാധ്യമാവോ ഇല്ലെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഈ രീതിയിൽ ഉള്ള മാനസപൂജ അല്ല പലപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ കുറച്ച് നാൾ അമ്മയെ കണ്ടതിന് ശേഷം കുറച്ച് നാൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 5 വർഷത്തോളം കാലം ബാങ്കിൽ ഞാൻ ജോലി നോക്കിയിരുന്നു. അമ്മയെ കണ്ടതിന് ശേഷമുള്ള കാര്യം പറയുകയാണ്. അതിന് മുമ്പും ബാങ്കിലുണ്ടായിരുന്നു, അതിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 വർഷക്കാലം അമ്മയെ കണ്ടു, ആശ്രമത്തിൽ പോകണം, ആശ്രമത്തിൽ ചേരണം എന്ന് തീരുമാനിച്ചു. അമ്മയാണ് എൻ്റെ ഗുരുവും തീരുമാനിച്ചു. പക്ഷേ വീട്ടിലെ ചില സാഹചര്യം കൊണ്ട് എനിക്ക് ഉടനെ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്വയം തീരുമാനിച്ചതായിരുന്നു ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റിയിട്ട് പോകണം. അത്യാവശ്യം വേണ്ട ഉത്തരവാദിത്തങ്ങൾ, ഞാൻ വീട്ടിലെ മൂത്ത മകനായിരുന്നുകൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ട് പോകണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് അത് അത്യാവശ്യം സഹോദരിയുടെ കല്യാണം, അനിയൻ്റെ വിദ്യാഭ്യാസം, ഇതൊക്കെ ഒന്ന് പൂർത്തിയാക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് നിൽക്കേണ്ടി വന്നു. പക്ഷേ ഈ 5 വർഷക്കാലം ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ബാങ്കിലെ പരീക്ഷകളെല്ലാം പാസ്സായി. മറ്റ് പുറമേയുള്ള പരീക്ഷകൾ, ഇപ്പം പറഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ പരീക്ഷ പോലും എനിക്ക് ഇൻ്റർവ്യൂവിന് വരെ ചെല്ലാൻ സാധിച്ചു. അപ്പോൾ ബാഹ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ബാങ്കിലെ പ്രവൃത്തിയിലൊന്നും തെറ്റുകളും കുറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ബാങ്കിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചവരുടെ പേരോ എൻ്റെ ശമ്പളം എത്ര ആയിരുന്നെന്നോ മറ്റൊരു കാര്യങ്ങളും എൻ്റെ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടേ ഇല്ല. ഒന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയിലേ ഇല്ല അതൊന്നും. കാരണം അതൊന്നും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല. എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട ജോലികൾ മാത്രം ചെയ്തു. അത് കൃത്യമായിട്ട് ചെയ്തു. പരീക്ഷയിലെ ടെസ്റ്റൊക്കെ പാസ്സായി, നന്നായിട്ട് പാസ്സാകാൻ പറ്റി. അതിന് വേണ്ട ജോലികൾ മാത്രം ചെയ്തു. പക്ഷേ ബാക്കി സമയം മുഴുവൻ നമ്മുടെ മനസ്സ് ഈ മാർഗത്തിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നു. അമ്മയെ പറ്റിയുള്ള ചിന്തകൾ, ആശ്രമത്തെ പറ്റിയുള്ള ചിന്തകൾ, അവിടെ എങ്ങനെ എപ്പോൾ ചെല്ലാൻ പറ്റും എന്നുള്ള ഒരു ആകാംക്ഷ. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടം 5 വർഷക്കാലം ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഓർമ്മകളിൽ നിന്ന് എടുക്കാനില്ല. കാരണം ഒന്നും ഓർമ്മയിൽ പതിഞ്ഞിട്ടും കൂടെ ഇല്ല. ഇത് സാധ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് സാധ്യമാണ്. നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, അതിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് വരുന്നത് നമുക്കൊരിക്കലും മനസ്സിനെ മുഷിപ്പിക്കത്തല്ല. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് നമുക്ക് ഫലവത്തായി തീരുകയും ചെയ്യും. അതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ സാധാരണ അതുള്ളവരും പഴയ കഥകളൊന്നും പറയാറില്ല. പക്ഷേ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ സങ്കല്പം യഥാർത്ഥമായി തീർന്നുകൊണ്ടാണ്.